നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ വായന നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴുവനുമായി നിങ്ങൾ ഈ വായന കാണുവാനായി ശ്രമിക്കുക. ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ, അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വായന നമ്മൾ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. പോസിറ്റീവായി ചിന്തിക്കുക. ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് പോലും ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെയാണ്. കാരണം ഒരു കണ്ട മാത്രമേ തന്നെ, അല്ലെങ്കിൽ നിങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ വളരെയധികം ആ ഒരു സ്പാർക്ക് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോഴും ഇവിടെ പറയുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ആദ്യമേ തന്നെ ഈ വ്യക്തി കണ്ടപ്പോൾ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അട്രാക്ഷൻ, സ്പാർക്ക് പോലുള്ള കാര്യങ്ങൾ അതിപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ വ്യക്തിയുടെ എനർജിയിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതായിട്ടും എന്തുകൊണ്ടോ നിങ്ങളിൽ നിന്നും വ്യതിചലനം സംഭവിച്ചു പോകുന്ന രീതിയിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം ഈ വ്യക്തിയുടെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിലോ അവതരിപ്പിച്ചപ്പോൾ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ അവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കൂടുതലും നിങ്ങളിൽ നിന്നും ഈ വ്യക്തി അകലുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കിടയിൽ കൂടുതലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടുകാർക്കാണെങ്കിൽ പോലും ഒരുപക്ഷെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള തടസ്സങ്ങളാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിലോ നമുക്ക് വിവാഹം ചെയ്യാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമാണ് നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഒരു വേർപിരിയലിന്റെ സാഹചര്യത്തിൽ നിൽക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്നിക്കാം, അല്ലെങ്കിൽ കമിതാക്കളാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം ചെയ്യാം എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഈ വ്യക്തി നിങ്ങൾക്ക് തന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെയാണ് ഈ വ്യക്തി നിങ്ങളോട് ഒന്നില്ലെങ്കിൽ ക്ഷമ പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടോ, അതായത് ചില വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് നേരിട്ട് പോലും യഥാർത്ഥ കാരണം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് പകരം ഒരു വളച്ചുകെട്ടോടുകൂടി, അല്ലെങ്കിൽ വളഞ്ഞ് സംസാരിക്കുക എന്ന് നമ്മൾ പറയില്ലേ, ഒരു ക്ലാരിറ്റി തരാതെ എന്തൊക്കെയോ പറഞ്ഞ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതായിട്ട്, അല്ലെങ്കിൽ മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ തളർത്തുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ പോലും ഈ വ്യക്തിയെ മറക്കണം, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് മറക്കാം, വേണ്ടാന്ന് വെക്കാം എന്ന് വിചാരിച്ചാൽ പോലും ഓരോ സാഹചര്യത്തിലും ഈ വ്യക്തിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ വ്യക്തിയെ കണക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഈ വ്യക്തിയുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ച മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയുന്തോറും ഈ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത് തന്നെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു തെറ്റല്ല, പകരം ഈ വ്യക്തിയെ കൊണ്ട് മറ്റാരൊക്കെയോ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ആസ്ട്രോളജി പ്രകാരം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ വിശ്വാസങ്ങൾ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാകണം. എല്ലാ കാര്യത്തിലും ഒത്തുപോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയിൽ സാങ്ഷൻ ആക്കി, അതായത് ഇതൊരു പ്രണയബന്ധമാണെങ്കിൽ വിവാഹത്തിലേക്ക് സാങ്ഷൻ ആക്കി എടുക്കാൻ പറ്റുന്ന
എല്ലാ സാധ്യതകളും ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള മനപ്പൊരുത്തമായാലും അല്ലെങ്കിൽ ജാതകപ്രകാരമായാലും എല്ലാ രീതിയിലും നിങ്ങൾക്കിടയിൽ ഒരു കണക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില വ്യക്തികൾ പോലും മുൻജന്മത്തിലും ഭാര്യ ഭർത്തൃ ബന്ധമായിട്ട് മുന്നോട്ട് പോയതായിട്ടും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഈ ഒരു ജന്മത്തിലും നിങ്ങൾ കണ്ടുമുട്ടിയതായിട്ടും കാണിക്കുന്നുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല, കുറച്ചു പേരുടെയെങ്കിലും അത്രയും ഒരു കണക്ഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മറ്റുള്ളവരോട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ടുള്ള കല്യാണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലും തെറ്റുകൾ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ബയോഡാറ്റയാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് മറ്റുള്ളവർക്കും ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ട് സെപ്പറേഷനിലേക്ക് പോയി അല്ലെങ്കിൽ എന്തുകൊണ്ട് വേർപിരിഞ്ഞു എന്നുള്ളത് നിങ്ങളെ അറിയാത്ത ആൾക്കാർ പോലും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വളരെയധികം ആശ്ചര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. കാരണം നിങ്ങൾ അത്രത്തോളം ചിലപ്പോൾ പഠനകാലം തൊട്ടേയുള്ള പ്രണയ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള രണ്ട് കമിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സന്തോഷത്തോടു കൂടി ജീവിച്ചു പോയ ഭാര്യ ഭർത്തൃ ദാമ്പത്യ ജീവിതമായിരിക്കാം. പക്ഷെ അതിന്ന് ഏറ്റവും പരാജയത്തിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം മുഴുവനുമായിട്ട് ഒഴുക്കിക്കളഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അമൂല്യമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെയാണ്. പക്ഷേ എല്ലാത്തിലും എല്ലാ കാലഘട്ടത്തിലും എല്ലാ അവസ്ഥയിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് തന്ന് പോയ ഈ വ്യക്തി ഇപ്പോൾ തികച്ചും അല്ലെങ്കിൽ തീർത്തും നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒട്ടും തന്നെ ബോധേഡ് അല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളിലേക്ക് ഈ വ്യക്തി തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെ റീഫിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഈ വ്യക്തിയുടെ ചുറ്റിനുള്ള മറ്റു വ്യക്തികളാണെങ്കിൽ പോലും, അത് ഇപ്പം വീട്ടുകാരായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, ഏതൊരു കണക്ഷനിൽ കിടക്കുന്ന ബന്ധങ്ങളാണെങ്കിൽ പോലും അവരൊക്കെ ഈ പേഴ്സണെ ആയാലും നിങ്ങളെ ആയാലും വേർപിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവിടെ അനാവശ്യമായിട്ട് വന്നിരിക്കുന്ന ചില കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് പോയിട്ടുള്ളത്. പക്ഷെ അത് എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഭൂരിഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഈ വ്യക്തിക്ക് പലപ്പോഴും തേർഡ് പാർട്ടിയെയും കൂടെ നല്ല രീതിയിൽ നോക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അതായത് തേർഡ് പാർട്ടി പറയുന്നതും കേൾക്കണം, അവര് പറയുന്നതും അനുസരിക്കണം. ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ വ്യക്തി ജീവന് തുല്യം സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗാർഡിയന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ഉണ്ടാകാം, അല്ലെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട വേറൊരു വ്യക്തി. പക്ഷെ അവരെയും ഈ വ്യക്തി പരിഗണിക്കണം. അതുപോലെ തന്നെ നിങ്ങളെയും ഈ വ്യക്തിക്ക് പരിഗണിക്കേണ്ട ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഈ വ്യക്തി വളരെയധികം യുദ്ധം ചെയ്ത് നിന്നിട്ടുണ്ടാകണം, വാക്ക് തർക്കം ചെയ്ത് നിന്നിട്ടുണ്ടാകണം, അവരുടെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുണ്ടാകണം. പക്ഷേ അത് പിന്നീട് ഈ വ്യക്തിക്ക് അത് മതിയായി, അല്ലെങ്കിൽ ഈ വ്യക്തി ടയേർഡായി പോയി, അതായത് വളരെയധികം ക്ഷീണിതനായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഒരു റെസ്റ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഈ വ്യക്തി ഒന്നിനെ കുറിച്ചും ആലോചിക്കുന്നില്ല. ചിലപ്പോൾ മറ്റു വിവാഹാലോചനകളോ മറ്റു ബന്ധങ്ങളോ ശരിയാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള ആ ഒരു തേർഡ് പാർട്ടിയിൽ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. പക്ഷെ ഈ വ്യക്തി അതിലേക്കും പോകുന്നില്ല, പരിപൂർണമായി നിങ്ങളുടെ അടുത്തേക്കും വരാൻ ശ്രമിക്കുന്നില്ല. അതായത് ഒരു തീരുമാനവും ഒരു ചലനവും ഇല്ലാത്ത രീതിയിൽ സ്റ്റക്കായിട്ട് ഫ്രീസായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളാണെങ്കിലും ഈ വ്യക്തിയോട് മെസ്സേജിലൂടെയോ കോളിലൂടെയോ ഇപ്പോഴത്തെ യഥാർത്ഥ സാഹചര്യം, അല്ലെങ്കിൽ ഞാൻ ഇനി വെയിറ്റ് ചെയ്യണോ, എന്താണ് തീരുമാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ പോലും എനിക്കിപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല, എന്നെ വെറുതെ വിടൂ, എനിക്ക് സ്വസ്ഥത വേണം, അല്ലെങ്കിൽ ഞാൻ ഇനി ആരുമായിട്ടും ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നില്ല, എന്നെ വെറുതെ വിടൂ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പറയുന്നുണ്ടാകണം. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെയും വേദനിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഒരു തീരുമാനം പറയാത്തത് എന്നുള്ളതാണ്. പക്ഷെ
യഥാർത്ഥത്തിൽ അതല്ല. ഈ വ്യക്തിക്ക് വേറെയും പല കാര്യങ്ങൾ, അതായത് നിങ്ങളെ സ്വന്തമാക്കുമ്പോൾ വേറെ പല കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കേണ്ടി വരുന്നു. പക്ഷെ അതും ഈ വ്യക്തിക്ക് പ്രധാനമാണ്, നിങ്ങളെയും ഈ വ്യക്തിക്ക് പ്രധാനമാണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും നടുക്കാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അത് പല രീതിയിലും ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിൽ വളരെ ഒരു വാശിയും വൈരാഗ്യവും പകയും വെച്ച് പുലർത്തുന്ന ഒരു പേഴ്സണാലിറ്റിയും കൂടിയാണ്. അതായത് ഇന്ന് ഈ വ്യക്തി ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും അതിന്റെ കുറ്റക്കാര് അല്ലെങ്കിൽ അതിന്റെ കാരണക്കാര് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി തന്നെയാണ്, ഒരിക്കലും നിങ്ങളല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാം, നിങ്ങൾ കാരണമാണോ ഈ വ്യക്തി ഈ ഒരു അവസ്ഥയിലായി പോയത് എന്നുള്ളത്. പലപ്പോഴും നിങ്ങൾ തന്നെ പറയുന്നുണ്ടാകാം, ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം, ഞാൻ കാരണം നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടാകാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ കാരണമല്ല, അത് തേർഡ് പാർട്ടിയുടെ ആ ഒരു സാന്നിധ്യം കൊണ്ട് വന്നിട്ടുള്ള ചില മോശപ്പെട്ട കർമ്മകളുടെ ഫലമായിട്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അതുപോലെ ഈ വ്യക്തിക്ക് എവിടെയൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ശാപം പോലെയുള്ള ഒരു സാഹചര്യവും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ശാപം എന്ന് പറയുമ്പോൾ ചെറുപ്പകാലത്തിലെ വന്നിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ, ചൈൽഡ്ഹുഡ് ട്രോമ, അതുപോലെ എന്തൊക്കെയോ സ്ഥാനമില്ലായ്മ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തിക്ക് അമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു വലിയൊരു ഭീമാത്കാരമായിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ ചെറുപ്പകാലം തൊട്ടേ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതും ഒക്കെ ഓരോന്നായിട്ട് കെട്ടഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പണ്ട് ഉണ്ടായിരുന്ന പല മാനസിക ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമ്മൾ മറന്ന് വരുമ്പോൾ, മനസ്സിൽ നിന്ന് തുടച്ചു നീക്കി മുന്നോട്ട് പോകുമ്പോൾ, മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പഴയതും കൂടെ പൊങ്ങി വരുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പൊ ടോട്ടലി ഈ പേഴ്സൺ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിൽ വളരെ വാശിയും അല്ലെങ്കിൽ വൈരാഗ്യം അല്ലെങ്കിൽ ആ ഒരു പക അല്ലെങ്കിൽ ആ ഒരു വാശിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് ചിലപ്പോൾ വേറെയും വിവാഹം ഒക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനോടൊന്നും ഈ വ്യക്തി സമ്മതിച്ചു കൊടുക്കുന്നുണ്ടാവില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. വേറെ ഒന്നിലേക്കും ഈ വ്യക്തി പോകില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെയ്തു തരുന്നില്ലല്ലോ, അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാനും അനുസരിക്കില്ല എന്നുള്ള ഒരു ഒറ്റയാൾ പോരാട്ടത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ലൈഫ് വളരെ ഡള്ളായി തോന്നിക്കുന്നുണ്ട്. ജീവിതം വളരെ എന്താ പറയാ, ഒരു ബോറടിക്കുന്ന രീതി അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിലാണ് ഈ പേഴ്സൺ പിടിച്ചു നിൽക്കുന്നത്. കാരണം എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് ഈ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണെന്ന് പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ തുറന്ന് പറയുന്നില്ലായിരിക്കാം. അത് ഒരിക്കലും താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, അത് പലതും ഈ വ്യക്തിക്ക് തുറന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്നുള്ള ചിന്തകളും ഈ പേഴ്സണെ അലട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പേഴ്സന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഈ പേഴ്സൺ തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സൺ അറിയാം ഇപ്പൊ മിണ്ടാതിരിക്കുന്നതും ഒരു തീരുമാനം പറയാതിരിക്കുന്നതും ഒന്നും ശരിയല്ല, നിങ്ങളോട് കാണിക്കുന്നത് അനീതിയാണ്, നിങ്ങളോട് കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളത് ഈ പേഴ്സന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നും തീർച്ചയായിട്ടും മോചിതനായാൽ മാത്രമേ ഈ വ്യക്തിക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. God bless you.